ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് ആദ്യ പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ റയൽ മാഡ്രിഡിന് നാടകീയ വിജയം. അന്തിമ വിസിലിന് തൊട്ടു മുൻപ് ജൂഡ് ബില്ലിംഗ്ഹാമിന്റെ ഗോളാണ് സിറ്റിയെ വീഴ്ത്തി ത്രില്ലർ പോരിന് വിരാമമിട്ടത്. 2-3 ഗോളുകൾക്കാണ് റയലിന്റെ ജയം. സിറ്റിയുടെ സ്വന്തം തട്ടകമായ ഇത്തിഹാദിൽ നടന്ന പോരാട്ടത്തിൽ 2-1 പിന്നിൽ നിന്ന ശേഷമാണ് റയലിന്റെ അവിശ്വസനീയമായ തിരിച്ചുവരവ്. സിറ്റിക്ക് വേണ്ടി എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടിയിരുന്നു. 19-ാം മിനിറ്റിൽ ഹാലൻഡിന്റെ ഗോളിലൂടെ സിറ്റിയാണ് ആദ്യം മുന്നിലെത്തിയത്. ക്ലോഡ് റേഞ്ചിന്റെ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് ഗോൾ ഉതിർക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ 60-ാം മിനിറ്റിലാണ് റയൽ ഗോൾ തിരിച്ചടിച്ചത്. അസാധാരണ ഫിനിഷിംഗിലൂടെ സൂപ്പർ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ് ഒപ്പം എത്തിച്ചത്. 80-ാം മിനിറ്റിൽ ഹാലൻഡ് നേടിയ പെനാൽറ്റിയിലൂടെ സിറ്റി വീണ്ടും മുന്നിലെത്തി. ഫിൽ ഫോഡനെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ഹാലൻഡ് പിഴവുകളില്ലാതെ വലയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ 86-ാം മിനിറ്റിൽ ബ്രാഹിം ഡൈസിയിലൂടെ വീണ്ടും ഒപ്പം എത്തി റയൽ. സമനിലയിലേക്കെന്ന് തോന്നിച്ച പോരാട്ടം അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങവേ സിറ്റിയുടെ അന്തകനായി ബെല്ലിംഗ്ഹാം വരികയായിരുന്നു. 3 മിനിറ്റ് മാത്രം ഉണ്ടായിരുന്ന ഇഞ്ചുറി ടൈമിൽ 92-ാം മിനിറ്റിൽ സിറ്റിയുടെ പ്രതിരോധ പിഴവ് മുതലെടുത്ത് വിനീഷ്യസ് ജൂനിയർ ബോക്സിന് മുന്നിലേക്ക് നീട്ടി നൽകിയ പന്ത് ബെല്ലിംഗ്ഹാം അനായാസം വലയിലാക്കുകയും ചെയ്തു. രണ്ടാം പാദ മത്സരം ഈ മാസം 19-ന് റയലിന്റെ തട്ടകമായ സാന്റിയാഗോ ബർണബ്യൂവിൽ നടക്കും. ചാമ്പ്യൻസ് ലീഗിലെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിങ്ങിനെ ഡോർട്ട്മുണ്ട് എതിരില്ലാതെ 3 ഗോളിന് തോൽപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു മത്സരത്തിൽ 1-2 ഗോളിന് യുവൻസ് PSVയും കീഴടക്കി.